ഈ ആൾക്കെന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒന്നുമല്ല, ഹിഫ്ള് പോയതാ. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ? ഇന്നലെ പേരോടാടെ പ്രസംഗിച്ചില്ലേ? പൊതുസമ്മേളനത്തിൽ APA അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചില്ലേ? മുട്ടിപ്പടി തങ്ങൾ പ്രസംഗിച്ചില്ലേ? എന്തേ സുലൈമാൻ ഉസ്താദിനൊരു മൈക്ക് കൊടുക്കാതിരുന്ന പ്രസംഗിക്കാൻ? കാട്ടുവളപ്പിൽ നൗഷാദ് ആകെ വഷളാണ് രംഗാണിത്. ഇപ്പത് കണ്ടിട്ടില്ല, സുലൈമാൻ ഉസ്താദ് പ്രസംഗിച്ച സാധു അറിഞ്ഞിട്ടില്ല. ഈ ചങ്ങാതിനെ മൊയന്ത് എന്ന് വിളിച്ചാൽ മൊയന്തേക്ക് എന്താവും, നമ്മളോട് ദേഷ്യമാവും. കാരണം ഐറ്റങ്ങൾക്ക് വരെ ഇതായിരിക്കും, എന്തോ മോശത്തരായിരിക്കും ഈ ചങ്ങനെ മൊയന്ത് എന്ന് വിളിച്ചാൽ. കാരണം അത്രക്കും വളരെ പെട്ട രംഗാണ്. അങ്ങേയറ്റം അടപടൽ മൂഞ്ചിയാന്ന് നമ്മൾ പറയലുണ്ട്. അങ്ങേയറ്റം ശശിയായ രംഗാണിത്. അത് ഞാൻ കാണിച്ച ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ് ആ മഗ്‌രിബിന്റെ മുമ്പ് നടന്ന സെഷനിൽ നൗഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് തട്ടിത്തെറിപ്പിച്ച് പേരോട് സ്ഥാനത്ത് ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. എന്താണെന്നറിയോ നൗഷാദ് ഇത്രകാലം പ്രസംഗിച്ചു എന്ത്? ഈ സിറാജുലുദ, കുറ്റ്യാടി സിറാജുലുദക്ക് നിങ്ങൾ 5 പൈസ കൊടുക്കാൻ പാടില്ല, അതിനെ സഹായിക്കാൻ പാടില്ല, നിങ്ങളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കല്, പഠിക്കാൻ തന്നെ പറഞ്ഞേക്കരുത്. ആ നൗഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സുലൈമാൻ ഉസ്താദിന്റെ സിറാജുൽ ഹുദയിലെ ഹാദി സനദ് ദാന സമ്മേളനത്തിലെ പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ കേൾപ്പിച്ചരാ. നൗഷാദ് തലം പ്രസംഗങ്ങൾ കണ്ടില്ലല്ലോ. നൗഷാദ് കാട്ടുവളപ്പിൽ നൗഷാദ് സുലൈമാൻ ഉസ്താദ് പ്രസംഗങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എന്നാ കണ്ടോ, ശരിക്കും നോക്കി കണ്ടോ സുലൈമാൻ ഉസ്താദ് പ്രസംഗങ്ങളെ. സ്ഥാപനമാണ്. ഇതിനേതുണ്ട്, ദീനിയായ അറിവുകളുണ്ട്, ഭൗതിക അറിവുകളും എല്ലാ അറിവുകളുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കുകയും ഇത് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞേക്കുകയും. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കണം. അവിടേക്ക് പഠിക്കാൻ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ പറഞ്ഞേക്കണം. ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ്, ആ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം നടന്നത് കാണാതെ കേൾക്കാതെ ഈ മൊയന്ത് പെരുമ്പടൽ പൊട്ടു. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് എന്തേ ഒരു അവസരം കൊടുത്തുകൂടെയോ സുലൈമാൻ ഉസ്താദിനോടുള്ള. അതുകൊണ്ട് പറയാം, എന്റെ കാട്ടുവളപ്പിൽ നൗഷാദ് ഇമ്മാതിരി പെടൽ എന്റെ ജീവിതത്തിൽ പെട്ടിട്ടുണ്ടാവില്ല. മൊത്തത്തിൽ എന്റെ പെടാനായിട്ടാണ് എന്റെ ജീവിതം ബാക്കി. എന്തിനാണ് സാധോ കാര്യം അറിയാതെ പ്രസംഗിക്കാൻ നടന്ന്? എന്നാ ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടുണ്ടായിരുന്നു മര്യാദക്ക്. പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ് നേരത്തെ പ്രഭാഷണം നടത്തിയതുപോലെ, ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ് ഈ വേദിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം പോലെ 2 അവസരങ്ങളിൽ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. ഒന്നാമത്തെ അവസരങ്ങൾ ബഹുമാനപ്പെട്ട റഈസുൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, ആർക്കും ശല്യം ചെയ്യാത്തവനാണ് ഒരു പരിപൂർണ മുസ്ലിം. നൗഷോ അന്നക്ക് ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആളുകൾ ഇമ്മാതിരി പടുവിലേക്ക് എന്നെ കൊണ്ടുപോയി ചാടിക്കുന്നുള്ള എന്റെ ജീവിതത്തിൽ പോലും ഓർത്തുണ്ടാവില്ല. ചങ്ങാതി, ആ ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആൾക്കാരോടെങ്കിലും മര്യാദക്ക് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പേരോട് ഉസ്താദ് പറഞ്ഞാണ്ടേ ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ്, ആ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ആണോ? അപ്പൊ എന്ത് മനസ്സിലായി? പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇതെങ്കിലും ഒന്ന് കേട്ടൂടെ? എന്നിട്ട് പറഞ്ഞ പോരെയോ? ബഹുവന്യരായ റഈസുൽ ഉലമ, ഈ സദസ്സിൽ നമ്മളെ ഓതി കേൾപ്പിച്ച ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്ഥാപിച്ച അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ദീൻ, അത് അൽ ഇസ്ലാം ആണെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം. ഇതല്ലടോ ഏറ്റവും വലിയ ആദരവ്. എടോ നൗഷാദ, ഇതിന് വലിയ ആദരവിന് എന്താ? ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് പോലും ആ വലിയൊരു സദസ്സിന്റെ മുന്നിൽ പ്രഭാഷണം നടത്തുന്നത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ട്. ഈ വേദിയിൽ റഈസുൽ സുലൈമാൻ ഉസ്താദ് പ്രസംഗിച്ച ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പേരോട് ഉസ്താദ് പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിന് ആസ്പദമാക്കിയിട്ടാണ് മൗലാന പേരോട് ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത്. അതിലും വലിയൊരു ആദരവിന് ഈ റഈസുൽ സുലൈമാൻ ഉസ്താദ് വേറെ എന്താണ് വേണ്ടത്? അതിലൂടെ ഏറ്റവും വലിയ ആദരവ്. എന്നിട്ട് ഇവ വന്നിട്ട് പറയാ, ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. എന്റെ മോയന്തേ, ഇതൊക്കെ എത്ര ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ. അതുകൊണ്ട് നൗഷാദ് എന്നോട് പറയാനുള്ളത്, സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങള്, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ അദബ് പഠിപ്പിക്കാൻ ഇറങ്ങി വരരുത്. ഞങ്ങൾക്ക് അത് ഞങ്ങൾ മശായിഖന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ മൗലാ തങ്ങൾ പാപ്പയും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദും ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള ഞങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ഞങ്ങൾ ആലിമീങ്ങൾ ഈ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ എല്ലാവർക്കും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആലിമീങ്ങൾക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിന് കീഴിലായിട്ട് ഒറ്റക്കെട്ടായി സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും. അതിനെ തടയിടാൻ ഏതെങ്കിലും വാറോലകളുമായി, ഏതെങ്കിലും പുൽക്കൊടികളുമായി വന്നിട്ട് അതിനൊന്ന് തടയിടാൻ
എന്നൊരു വ്യാമോഹം നൗഷാദെ നിനക്കുണ്ടെങ്കിൽ അത് കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിന്റെ അരമനയിൽ അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. അതുമായിട്ടെങ്ങാനും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ മുന്നിലേക്ക് കടന്നു വന്നാൽ, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ഇതുപോലെ അല്ല ഇതിനേക്കാൾ അപ്പുറമായി നിന്നെ സമൂഹത്തിന്റെ മുന്നിലിട്ട് കൈകാര്യം ചെയ്യും. ഈ ആദർശപരമായിട്ട് എല്ലാ നിലക്കും ആദർശപരമായിട്ട് നിന്റെ കാപട്യം തുറന്നു കാണിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി. നൗഷാദെ, നിനക്ക് ആഖിറമുണ്ടെന്നൊരു ഭയമുണ്ടെങ്കിൽ, ആഖിറത്തെക്കുറിച്ചൊരു ഭയമുണ്ടെങ്കിൽ, മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, നിന്റെ ആഖിബത്ത് നന്നാവണമെന്നൊരു ബോധമുണ്ടെങ്കിൽ, നിനക്ക് എല്ലാം തന്ന് നിന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ്, മഹത്തുക്കൾ നമുക്ക് കാണിച്ചെന്ന റഈസുൽ സുലൈമാൻ ഉസ്താദ്, നമുക്കൊരു ഷെയ്ഖാക്കാൻ പറ്റിയ, നമുക്ക് പിന്തുടരാൻ പറ്റിയ വലിയ മഹാനായ ബഹുമാനപ്പെട്ട റഈസുൽ സുലൈമാൻ ഉസ്താദ്, ആ സുലൈമാൻ ഉസ്താദിന്റെ മുന്നിൽ ചെന്നിട്ട് സുലൈമാൻ ഉസ്താദിന്റെ കാല് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒന്നൊരു ചുംബനം അർപ്പിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ആ സുലൈമാൻ ഉസ്താദിനോട് മാപ്പ് പറയാത്ത കാലത്തോളം നൗഷാദെ നിനക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു അവർക്കൊക്കെ നല്ല ആഖിബത്ത് നൽകും, അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.